ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം കേട്ടോ. നൂലപ്പം ഉണ്ടാക്കാനാണ് പോണത്. നൂലപ്പം നമ്മളൊക്കെ നൂലപ്പം എന്ന് പറയാം, ചിലവരൊക്കെ ഇടിയപ്പം എന്നും പറയും കേട്ടോ. അതിന് അരിപ്പൊടിയിൽ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കുഴയ്ക്കണത്. തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചാൽ നൂലപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ചൂട് കാരണമാണ് കേട്ടോ, അല്ലാതെ ഞാൻ കൈ കൊണ്ട് കുഴയ്ക്കായിരുന്നു. ആദ്യം ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് കുഴച്ച് ഒന്ന് ശരിയാക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ടന്നെ ചെയ്യാറുള്ളൂ. നന്നായിട്ട് പൊടിയൊക്കെ മിക്സ് ആവണം കേട്ടോ, എന്നാലേ ശരിയാവുള്ളൂ. ഈ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. തട്ടിലൊക്കെ കുറേശ്ശെ വെളിച്ചെണ്ണ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം പാത്രത്തിൽ നിന്ന് പോകുന്ന കിട്ടാൻ എളുപ്പമാണ്. ഇനി ഇത് 10 മിനിറ്റ് നേരം ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം കേട്ടോ. പത്ത് മിനിറ്റ് നേരം വേവട്ടെ. നൂലപ്പം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കാമോ നമുക്ക്. ഇതാ വെളിച്ചെണ്ണ പരത്തിയ കാരണം പെട്ടെന്ന് അടർന്ന് വരുന്നുണ്ട്. നൂലപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഉണ്ടാക്കി മതി. അപ്പോൾ നല്ല സോഫ്റ്റിൽ കിട്ടും. പിന്നെ ഇതിന് കൂട്ടി കഴിക്കാനായിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ ഉണ്ടാക്കിയാണ്. അതിൽ നമുക്ക് ആവശ്യത്തിന് മധുരം പഞ്ചസാര ഇടാം കേട്ടോ. മറ്റ് കറികളെക്കാളൊക്കെ സൂപ്പർ ഈ തേങ്ങാപ്പാലാണ് കേട്ടോ നൂലപ്പത്തിന് നല്ലത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തേങ്ങാപ്പാൽ കൂട്ടാത്ത ഒരാൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി ഒന്ന് ഒരു ദിവസം കഴിച്ച് നോക്കിയോളൂ കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ പറഞ്ഞോളൂ.